ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് അഫ്ഗാനി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പേസ്റ്റ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു വലിയ സവാളയും ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ അതിനോടൊപ്പം ഒരു 3-4 എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ഇട്ട് കൊടുത്ത് മല്ലിയിലയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. ഈ പേസ്റ്റ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ഒരു കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ അവസാനം ചാട്ട് മസാല ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ചിക്കൻ പീസസുകൾ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 hour മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 hourന് ശേഷം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ പീസ് ഇട്ടിട്ട് 2 സൈഡും നല്ലോണം വറുത്തെടുക്കാണ് കേട്ടോ. വറുത്തെടുത്ത ചിക്കൻ പീസ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മിക്സിൽ കുറച്ച് ബാക്കിയുണ്ട്, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് 4 to 5 minutes നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഈ മിക്സ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ പീസുകൾ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 minute ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ മല്ലിയിലയും കസൂരി മേത്തിയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.